പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഞാൻ പറയുന്നത് നഖത്തെ പറ്റിയാണ്. ഒരാളുടെ രേഖ നോക്കിയും നഖം നോക്കിയും രോഗങ്ങളെ തിരിച്ചറിയാം എന്ന് ജപ്പാൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ആളുകളുടെ കൈ നഖത്തിന് വ്യത്യാസം ഉണ്ടാവും. ശരിയായ നിറം വേണ്ടിയത് റോസാപ്പൂവിൻ്റെ നിറമാണ് ഓരോ നഖത്തിനും വേണ്ടിയത്. ചില ആളത് ചെമ്പിച്ചതായിരിക്കും, ചില ആൾ ചിലത് കറുത്ത ഉണ്ടാവും. യഥാർത്ഥത്തിൽ വേണ്ടിയ പന്നീർപ്പൂവിൻ്റെ നിറമാണ് വേണ്ടിയത് ഓരോ നഖത്തിനും. അതാണ് ഏറ്റവും നല്ല നഖം. അതിൽ ഒരിക്കൽ ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നുമില്ല. എന്നാൽ നഖത്തും വരെ ഒരുപാട് പുള്ളികൾ, വെളുത്ത പുള്ളികൾ. ചില ആൾ പറയാൻ കോടി കുറ്റി എന്നെല്ലാം പറയും. പക്ഷെ ഒന്നോ രണ്ടോ പോലല്ല, ഒരുപാട് രണ്ട് കൈയിലും ഒരുപാട് പുള്ളികളുണ്ടെങ്കിൽ, വെളുത്ത പുള്ളികളുണ്ടെങ്കിൽ, വാരിക്കൊടഞ്ഞ പുള്ളി എന്ന് പറയുന്നത്, അവർക്ക് കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് അവർ എത്രയും പെട്ടെന്ന്, അങ്ങനെ നഖമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഒരു വൃക്കരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില ആളുകളുടെ കയ്യിൽ കറുത്ത നിറം കാണാം, കറുപ്പ് കുത്തുവരും, ചിലത് കറുത്ത എന്നെ കാണാം. അത് ശരീരത്തിൽ വിഷം കഴിഞ്ഞെന്നുള്ള ഇതായിട്ട് കാണിക്കുന്നതാണ്. ഇപ്പം കേരളീയരെ സംബന്ധിച്ചിടത്തോളം പറയുന്നതെങ്കിൽ, കേരളീയർ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറി ആയിക്കോട്ടെ, പാല്, ഇറച്ചി, മീൻ, ഇതൊക്കെ തന്നെ വിഷാംശം കഴിഞ്ഞതാണ്. മീനിൻ്റെ അകത്ത് അത് കൂടുതൽ, മത്സ്യത്തിൻ്റെ അകത്ത് അധികവും എന്തോ ഒരു മാരകമായ വിഷങ്ങളൊക്കെ ചേർത്തിട്ട് അത് മാസങ്ങളോളം വെക്കാം. എത്രയോ മാസം വെച്ചാലും അതിന് ഒന്നും പറ്റില്ല, ഈച്ച പോലും പോവില്ല. അത്രയും മാരക വിഷമാണ് കേരളീയർ ഇപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാല് എന്ന് പറഞ്ഞാൽ, പാല്, പശുവിൻ്റെ പാല് എന്ന് പറയുന്നത് ഇപ്പം 15-20 ലിറ്റർ പാലാണ്. പാലിൽ വെച്ചാൽ എന്തോ ഒരു സാധനങ്ങൾ പശുവിന് കൊടുക്കുക, കേറ്റൽ ഫീഡ് എന്നെല്ലാം പറഞ്ഞിട്ട് അത് അരച്ച് അത് പാല് കറക്കണ്ട, തനിയെ ഒഴുകാണ്ട് പാല്. പശുവിൻ്റെ കുട്ടി തീർത്ത് പാല് കുടിക്കുന്ന പശുവിൻ്റെ കുട്ടി ബാക്കി ഉണ്ടാവില്ല. അത്രയും പാല് ധാരാളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ പറയും വാങ്ങുക എന്നുള്ളൊരു സ്ഥിതിയിലാണ് പശുവും പാലിൽ യൂറിയാണ് ചേർക്കുന്നത്. 2% ചേർക്കാനുള്ള അനുമതി ഉണ്ടെന്നും മറ്റ് 10% വരെ ചേർക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയാണെങ്കിൽ ഹോർമോൺ കുത്തി വെച്ചിട്ടുള്ള മുട്ടയായി പതിവും കിട്ടുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. അത് ഹോർമോൺ കുത്തി വെച്ച കോഴിൻ്റെ മാംസമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പശു 2-3 വർഷം ഇങ്ങനെ പാല് തന്നു അത് ചത്തുപോകും. അത് പിന്നെ ബീഫായിട്ടിങ് പിന്നെ ഇങ്ങോട്ട് തന്നെ മനുഷ്യൻ. അപ്പോൾ എല്ലാത്തിനും പറഞ്ഞെങ്കിൽ വിഷം തന്നെ എന്ന് പറയാനുള്ളൂ. പച്ചക്കറിയിലാണെങ്കിൽ നാട്ടിൽ നിന്ന് മരമായ വിഷം അടിച്ചിട്ടാണ് വരുന്നത്. അഥവാ വിഷാംശം ഇല്ലാത്തൊരു സാധനം നമുക്ക് കിട്ടണ്ടെങ്കിൽ കേരളീയർക്ക് കിട്ടുന്നത് ചക്കയാണ്. ചക്കയിൽ വലിയ വിഷാംശങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ രാസവളമൊന്നും ചെയ്തിട്ടല്ല ചക്ക ഉണ്ടാകുന്നത്. പിന്നെ ഇതിനെല്ലാം നമ്മളെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞളാണ്. എല്ലാ വിഷത്തിനെയും നിർവീര്യാക്കാനുള്ള കഴിവ് മഞ്ഞളുണ്ട്. അത് മഞ്ഞൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേരളക്കാർക്ക് വലിയൊരു താരാറ് പറ്റാത്ത, എല്ലാം വൃക്കയെല്ലാം അടിച്ചു പോകുന്നതാവരുത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വിഷാംശത്തിനെ നീക്കം ചെയ്യുന്നത് കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ പപ്പായ എന്ന് പറയും ചില സ്ഥലത്ത് കറമൂസ എന്ന് പറയും. കറയുണ്ടാവില്ല, പാല് പോലത്തെ. അത് ആഴ്ചക്ക് ഒരു ദിവസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിലുള്ള വിഷാംശത്തിനെല്ലാം നീക്കം ചെയ്യാൻ കപ്പളങ്ങൾക്ക് കഴിവുണ്ട്. പപ്പായ എന്ന് പറയുന്നത്, പപ്പായക്ക് കഴിവുണ്ട്. അത് ഗർഭിണികൾ യാതൊരു കാരണാലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഗർഭിണികൾ ഒരിക്കലും അതിൻ്റെ പഴുത്തതോ പച്ചയോ ഒന്നും കഴിക്കാൻ, ഡെലിവറി കഴിഞ്ഞവരെ അത് കഴിക്കാൻ പാടില്ല. അത് യുവദമ്പതികളും അധികം കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതിൻ്റെ പല ദോഷങ്ങളും ഉണ്ടായില്ല. പക്ഷേ ഈ ഗുണം വളരെയധികം ഉണ്ട്. ഇത് വിഷത്തിനില്ലായ്മ ചെയ്യാൻ ഈ കപ്പളങ്ങൾക്ക് മാത്രമാണ്. ഒന്ന് മഞ്ഞളും. ഇതെല്ലാം കൊണ്ടാണ് കേരളീയർ ഇപ്പം രക്ഷപ്പെടുന്നത്. ആരോഗ്യരംഗത്തുള്ള ആളുകൾ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് ഈ രോഗങ്ങൾ കുറഞ്ഞു കിട്ടുന്നത്. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെളിച്ചെണ്ണയിലുമായോ ഇന്ന് മായില്ലാത്തൊരു സാധനമില്ല. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഏതെങ്കിലും ചെറിയ ആൾക്കാർ ചില ബില്ലുകളിലെ വെളിച്ചെണ്ണക്കാണ് നല്ലത്. മറ്റ് മാർക്കറ്റിൽ ഇറക്കിയ വെളിച്ചെണ്ണക്കാൾ വലിയ ഗുണം പോരാ. അത് പരിശോധിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ആരോഗ്യ വകുപ്പിൽ അതിന് ആളുമില്ലാതെ പോകുന്നു. ഫുഡ് ഇൻസ്പെക്ടർ ഇപ്പം കാണുന്നേ ഇല്ല. ഫുഡ് ഇൻസ്പെക്ടർ വെച്ചാൽ എന്താ ചെയ്യേണ്ടത്?
പച്ചക്കറിയാണെങ്കിൽ തക്കാളി ആയിക്കോട്ടെ, വെണ്ട ആയിക്കോട്ടെ, ഇതൊക്കെ മാരക വിഷം അടിച്ചിട്ടാണ് വരുന്നത്. കേരളീയർക്ക് നല്ല സാധനം കിട്ടണം. ഒരു കുത്തുള്ളത് കേരളീയർ വാങ്ങൂല. നല്ല സാധനം വിഷമുള്ളതാണ്. ഇതുപോലെ പിന്നെ ശരിക്കും ഒരാഴ്ചക്ക് ഒരു ദിവസമെങ്കിൽ കപ്പളങ്ങ കഴിക്കണം. എന്നാലാണ് വിഷാംശത്തിന് നീക്കം ചെയ്യാൻ. ഒരു മഞ്ഞൾ കൂടുതൽ ഉപയോഗിക്കുക. ഇനി കോടാങ്കി മഹർഷി ഈ നഖത്തെ പറ്റി എന്താ പറഞ്ഞതെന്ന് നോക്കുക. അതിലേക്ക് റോസാപ്പൂവുകളാണെന്നു തോന്നിട്ടും നഖമുള്ളവൻ ധർമ്മിഷ്ഠൻ ധനികനാരി പുത്ര സൗഭാഗ്യമുള്ളവൾ. മാംസത്തിൻ നിറമായിട്ട് നഖമുള്ളവൻ എപ്പോഴും ധനവാനാണെങ്കിലും ചിത്ത സൗഖ്യമില്ലാതെ വാണിടും. അപ്പോൾ റോസാപ്പൂ പോലത്തെ ഇതൾ പോലെയുള്ള നഖമുണ്ടാൽ ആ നിറത്തിലുള്ള ധർമ്മിഷ്ഠനും ധനികനും നാരി പുത്ര സൗഭാഗ്യമുള്ളവളുമാണ്. മാംസത്തിൻ നിറമായിട്ട് അത്ര നിറം ഉണ്ടാവില്ല, ഒരു ഇളം ചുവപ്പ് വരുന്ന നഖം. റോസാപ്പൂ പോലെയല്ല. മാംസത്തിൻ നിറമായി നഖമുള്ളവൻ എപ്പോഴും ധനവാനാണെങ്കിലും ചിത്ത സൗഖ്യമില്ലാതെ വാണിടും. മനസ്സിന് സുഖം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഇത്രക്ക് ധനവാനായിരിക്കും. നാരിക്ക് നഖമുണ്ടായാൽ അഭിസാരികയായിടും. ചെമ്പിച്ച നിറമാണെങ്കിൽ ലാഭിജാത്യം എഴുതുന്നവൾ. നാരിക്കുണ്ടായാൽ ഇവിടെ അഭിസാരികയായിടുന്ന പറയുന്നത് ഈ നിറമുണ്ടാൽ. എന്നാൽ ചെമ്പിച്ച നിറമാണെങ്കിലോ ആഭിജാത്യം എഴുതുന്നവൾ. ഒരു നല്ല ഒരു വലിയ ധനിക കുടുംബത്തിലോ ഒക്കെ ഒരു ആഭിജാത്യമുള്ള കുടുംബത്തിൽ തറവാട്ടുകാരെന്ന് പറയുന്നുണ്ട്. ഇവർക്കെല്ലാം ഈ നഖത്തിൽ നിറായിരിക്കും. പുരുഷന്റെ നഖം ചെമ്പു നിറമാണെങ്കിലായവൻ കരുത്തൻ നാട്ടുകാര്യസ്ഥൻ ധനികൻ ധർമ്മതൽപരൻ. വെളുത്തും നൃത്തമായിട്ടും നഖം കാണുന്ന മാനവൻ. കളത്രത്തിന്റെ സമ്പത്ത് വളർത്തിപ്പുലരുന്നവൻ. വെളുത്തിട്ട് വൃത്താകൃതിയുള്ള നഖം ഉണ്ടാവും. ഇത് പുരുഷന് കാണുന്നെങ്കിൽ അത് ഭാര്യന്റെ സ്വത്ത് പിന്നെ വളർത്തി വരുന്നവനാണ്. വളരന്റെ സ്വത്ത് കൊണ്ട് കൈയുള്ള ഭാഗ്യമുണ്ട് ഇയാൾക്ക്. വലുതയ്ക്ക് വിജം വെള്ള നഖമുണ്ടെങ്കിലായവൾ പതിക്കും തനയന്മാർക്കും ജീവനായിട്ട് വാണിടും. സ്ത്രീകൾക്ക് നഖമുണ്ടെങ്കിൽ മക്കൾക്കും ഭർത്താവിൻ്റെ ഒരു ജീവനായിട്ട് തന്നെ എല്ലാ കാര്യത്തിനും പറ്റുന്നവളായിരിക്കും എന്നാണ് പറയുന്നത്. വട്ടച്ച ചെന്നകം കാണും പുരുഷൻ പരിചാരകൻ. നാരി വായാടി എന്നെ മുതലിൽ കൊതിയുള്ളവൾ. വട്ടച്ച ചെന്ന നഖം, ചുവന്ന നഖം. ആ വട്ടത്തിലുള്ള നഖത്തിൽ ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ പുരുഷൻ പരിചാരകനായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുക, അവരെ എല്ലാം ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. നാരി വായാടി, നാരിക്ക് വായിലാതിയായിരിക്കും, വല്ലാതെ സംസാരിക്കും. അന്യന്റെ മുതലിൽ കൊതിയുള്ളവർ, അന്യന്റെ മുതലിൽ കൊതിയുള്ളവരാണ്. പരന്ന വെണ്ണകം കാണും പുരുഷൻ സസ്കരം ദൃഢം. നാരി ദാരിദ്ര്യ ദുഃഖത്ത ലരിയും ഭാഗ്യഹീനയും. പരന്ന വെണ്ണകം കാണും പുരുഷൻ സസ്കരം ദൃഢം. പരന്ന വെണ്ണകം, പരന്നിട്ടുള്ള നഖം ഉണ്ടാവും, പറ്റിപ്പിടിച്ചിട്ടൊരു വെള്ളരി, ഉരുണ്ടതല്ല, പരന്നിട്ടുള്ള. അത് സസ്കരനാണെന്ന് പറയുന്നത്. നാരി ദാരിദ്ര്യ ദുഃഖത്ത ലരിയും ഭാഗ്യഹീനയും. നാരിക്ക് എപ്പോഴും ദുഃഖമായിരിക്കും, ഒരു ഭാഗ്യവും ഉണ്ടാവില്ല ഈ നഖം ഉണ്ടെങ്കിൽ. നീണ്ടു ചമ്പിച്ചു കാണുന്ന നരരാജിയഴും പൂമാൻ. തണ്ടനാകുന്നു നാരിക്ക നെങ്കിലോ ദാസിയാണവൾ. നഖങ്ങൾക്കിടയിൽ ചന്ദ്ര കല കാണുന്ന പുരുഷൻ. കലഹപ്രിയനും നാരി അലയുന്നവളായിടും. നഖങ്ങൾക്കടിയിൽ ചന്ദ്രക്കല കാണൂല, ഇതുപോലുള്ള ഒരു ചന്ദ്രക്കലയായിട്ട് കാണാം. വെളുത്ത പിന്നെ പേപ്പർ ഒട്ടിച്ചതാണ്. അതുപോലെ തന്നെ കാണാം അത് പ്രത്യേകമായിട്ട് ഒരു ചന്ദ്രക്കല. നഖങ്ങൾക്കിടയിൽ ചന്ദ്ര കല കാണുന്ന പുരുഷൻ കലഹപ്രിയനായിരിക്കുന്ന നാരി അലയുന്നവളായിരിക്കും. കുഴിഞ്ഞും വളവായിട്ടും നഖം കാണുന്നുവെങ്കിലോ പുരുഷൻ സ്വജനസ്ദ്രോഹി യോശ ദുർമാർഗചാരിണി. കുഴിഞ്ഞും വളവായിട്ടും, കുഴിഞ്ഞ ചിലത് വളവ് കാണുന്ന ക്ഷയരോഗ്യമൊക്കെ കാണാം. ഇതുവരെ നഖം നീണ്ടിട്ട് ഉള്ളോട്ട് വളഞ്ഞത്, ഇത് ക്ഷയരോഗ്യമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിപ്പം ക്ഷയരോഗം ഇല്ലാതെ കൊണ്ടൊന്നല്ലാണ്ട് നല്ലവർക്ക് മെല്ലിച്ച ശരീരങ്ങളും എന്തോ അസുഖമുള്ള ആളുകളായെന്നുള്ള നഖം നോക്കിയിട്ട് പറയാം. പുരുഷൻ സ്വജനസ്ദ്രോഹി യോശ ദുർമാർഗചാരിണി. പുരുഷൻ സ്വന്തക്കാരനെ ദ്രോഹിക്കുന്ന ആളായിരിക്കും കുഴിഞ്ഞും വളവായിട്ടും നഖം കാണുന്നെങ്കിൽ. യോശ പെണ്ണുങ്ങൾക്കാണ് ദുർമാർഗചാരിണി. അപ്പോൾ നല്ല അതായിട്ടല്ല വരുന്നത്, മോശപ്പെട്ട സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ദുർമാർഗം കൂടെ നീങ്ങുന്നവളായിരിക്കും. ഇനി നമുക്ക് മണിബന്ധം. മുഴ കൂടാതെ അത്യന്ത മഴകായി മാംസവിദ്ധമായി. മണിബന്ധമെഴും മർത്യൻ ധനവാനാണ് നിശ്ചയം. ഇത് കൈനം
ഇതായിന് ഈ മണിബന്ധം കൈൻ്റെ താഴോട്ട് അവർക്ക് മുഴ കൂടാതെ നല്ല തടിച്ച നല്ല ഒരു മിനുസപ്പെട്ടൊരു മണി ബന്ധമാണെങ്കിൽ മറ്റും ധനവാനാണെന്നാണ് പറയുന്നത്. നാരിക്ക് മണിബന്ധം കണ്ട നീടുകിൽ സാധുശീലയാം പതിയിൽ ഭക്തിയേറുന്ന കുലദീപവുമായിടും. നാരിക്കും നല്ല തന്നെയാണ്, സാധുശീലിയാണ്, പതിയിൽ ഭക്തിയുള്ള ആളാണ്, കുലത്തിന് നല്ല ആളാണ്. പരന്നാമണിബന്ധം കൈ താരിലുണ്ടെങ്കിലായവൻ പരോപകാരിയായിടും നാരിയോ നിത്യകന്യയും. പരന്ന മണിബന്ധം പരന്നിട്ട് കാണാൻ ശരിക്ക് ഉരുണ്ടതല്ലാത്ത മണിബന്ധം എന്ന് പറഞ്ഞാൽ ഈ കാലിൻ്റെ സ്ഥലമാണ് ആ മണിബന്ധം. പരന്ന മണിബന്ധം കൈ താരിനുണ്ടാങ്കിലായവൻ പരോപകാരിയായിടും നാരിയോ നിത്യകന്യയും. സ്ത്രീകൾ ഇത് കന്യയായിരിക്കുന്ന കല്യാണം കഴിക്കുക ആവൂല എന്നുള്ളതാണ് ഈ പറയുന്നത്. കൈകാൽ വിരൽ നഖം പിന്നെ മണിബന്ധത്തിനും ഫലം പുരുഷനു വലം നാരി കിടന്നു നോക്കിയോദണം. കൈ കാൽ വിരൽ നഖം പിന്നെ മണിബന്ധമൊക്കെ പുരുഷന് വലത്തെ കയ്യിലും സ്ത്രീക്ക് ഇടത്തെ കയ്യിലും നോക്കി പറയണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് വരുന്നത് ഈ രോഗം വരുന്നത് കാണുന്നത് ഈ നഖത്തുമ്മലിലെ ഒന്നൂരം ചെറിയ ഒന്ന് രണ്ട് പുള്ളിയൊന്നുമില്ല, അത് ബാക്കിയുള്ള എൻ്റെ സൽക്കാരത്തിന് ഉണ്ടാവും, ഒരു കുത്തും രണ്ട് കുത്തല്ലോ, അനേകം പുള്ളി കയ്യിൻ്റെ നഖത്തുമ്മൽ കാണണമെങ്കിൽ വൃക്കരോഗ ഡോക്ടറെ കാണണം, വൃക്കരോഗ വിദഗ്ധനെ കാണണം. അതുപോലെ തന്നെ കറുത്ത നഖങ്ങളുണ്ടെങ്കിൽ അത് വിഷാംശമുണ്ട് എന്നുള്ളത് അതിന് ചികിത്സിക്കണം. അല്ലെങ്കിൽ ഈ കപ്പളങ്ങ കുറേ കഴിച്ചാൽ, അല്ലെങ്കിൽ പപ്പായ എന്ന സാധനം കഴിച്ചാൽ. ഇത് ഒന്നും കൂടി പറയുന്നത്, ഇത് പിന്നെ ഗർഭിണികൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, യുവദമ്പതികളും അധികം ഉപയോഗിക്കാൻ പാടില്ല. ആഴ്ചക്ക് ഒരു ദിവസം കറി വെച്ച് കഴിക്കുന്നില്ല, എന്നാലും ഗർഭിണികൾ യാതൊരു കാരണവശാലും ഇത് കഴിക്കാൻ പാടില്ല എന്നാ. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ ചെറിയ വീഡിയോ ആണ്. ഇനി അടുത്തത് പിന്നെ ഒരു മണ്ഡലങ്ങളെ പറ്റിയാണ്, അത് പിന്നീട് പറയാം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ അവസാനിക്കുന്നു.